ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, പക്ഷേ ഇത് വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ചേർക്കുന്നത് കൊണ്ട് അത്യാവശ്യം ഹെൽത്തിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ക്യാരറ്റ്, ക്യാപ്സിക്കം, പിന്നെ കുറച്ച് ഓണിയൻ, അതുപോലെ തന്നെ ഗാർലിക്, ഇത്രയാണ് വെജിറ്റബിൾസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ക്യാരറ്റ് ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. വളരെ തിന്നായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ ക്യാപ്സിക്കവും നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാതും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാത്രത്തിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നൂഡിൽസായിട്ട് എടുക്കുന്നത് മാഗിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ നൂഡിൽസ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിവിടെ എൻ്റെ കയ്യിൽ ഇതുള്ളത് കൊണ്ടാണ് ഇതെടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ പ്ലെയിൻ നൂഡിൽസ് എടുത്താലും മതിയാവും. ഞാനിവിടെ 3 പാക്കറ്റ് നൂഡിൽസാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഒന്ന് കൈ വെച്ചിട്ട് ചെറുതായി ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാം. നൂഡിൽസ് എല്ലാം മുങ്ങിക്കിടക്കുന്ന പാകത്തിനാണ് ഞാനിവിടെ വെള്ളം എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ മാഗി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മാഗിയൊക്കെ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ കൂടെ കിട്ടുന്ന ചെറിയ പാക്ക് പൗഡർ ഉണ്ടല്ലോ, ഈ ഒരു സമയത്ത് ഈ പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മാഗിയിലൊക്കെ ഇതിൻ്റെ ഫ്ലേവർ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ 2 പാക്കറ്റ് പൗഡറാണ് ഇതിലിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരെണ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു നൂഡിൽസ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്നും ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഓയിൽ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും സവാളയും ചേർത്ത് കൊടുക്കാം. സവാളയും വെളുത്തുള്ളിയൊക്കെ ചെറുതായി ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. ഒരുപാട് അങ്ങ് വഴണ്ട് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി വെജിറ്റബിൾസ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ക്യാരറ്റ് ഒന്ന് ചെറുതായി ഒന്ന് വഴണ്ട് കിട്ടണം. അതിൻ്റെ ക്രിസ്പിനെസ് പോകാൻ പാടില്ല കേട്ടോ. ഇപ്പോൾ ക്യാരറ്റൊക്കെ ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഈ വെജിറ്റബിൾ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് 2 കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഈ എഗ്ഗ് നന്നായി ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. എഗ്ഗൊന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് വെജിറ്റബിൾസും എഗ്ഗൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ സോയാ സോസ്, 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർക്കാം. പിന്നെ ബാലൻസ് വെച്ചിട്ടുള്ള 1 പാക്കറ്റ് മസാല ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ചീസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഷെഡാർ ചീസോ അല്ലെങ്കിൽ മൊസറല്ല ചീസോ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും. എൻ്റെ കയ്യിൽ ഈ ഒരു ചീസാണ് ഉള്ളത്, അപ്പോൾ അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ചീസൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ നൂഡിൽസിന് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഈ മസാല ഒക്കെ റെഡി ആയതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള നൂഡിൽസ് കൂടി ചേർത്ത് കൊടുക്കാം. നൂഡിൽസ് വേവിക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോകരുത് കേട്ടോ. കുറച്ച് ഇതുപോലെ വെള്ളം ഉണ്ടാവണം. ഇനി ഇത് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാല, ഈ നൂഡിൽസും എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കുറച്ചും കൂടി എരിവ് ആവശ്യമുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. 3 മിനിറ്റ് ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെയായിട്ടും ഇതുപോലെ നൂഡിൽസ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്